ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിൻ ജയിൽ മോചിതയാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം രാജ്ഭവൻ അംഗീകരിക്കാനും ഇടയില്ല. എല്ലാ നിയമവശങ്ങളും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തേടും. വിശദ നിയമോപദേശവും തേടും. ഏത് സാഹചര്യത്തിലാണ് ഷെറിന് മാത്രമായി ശിക്ഷാ ഇളവ് നൽകുന്നതെന്നും പരിശോധിക്കും. ഷെറിന് നല്ല നടപ്പ് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്നും ഗവർണർ പരിശോധിക്കും. ഏതായാലും ഇഴ കീറി പരിശോധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഗവർണർ തള്ളുന്നെങ്കിൽ തള്ളട്ടെ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും സൂചനയുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ചാലും ഷെറിൻ പുറത്തു പോകുന്നതിൽ മുഖ്യമന്ത്രിക്ക് പൂർണ്ണ മനസ്സ് ഇല്ലെന്നാണ് സൂചന. ചില സമ്മർദ്ദങ്ങളടക്കം ഈ ഫയൽ രാജ്ഭവനിലേക്ക് എത്തിയതിൽ നിർണായകമായിട്ടുണ്ട്. ആർലേക്കർ എന്ത് തീരുമാനമെടുക്കും എന്നതാണ് ഇനി നിർണായകം. ഷാരോൺ വധക്കേസും ഗ്രീഷ്മയുടെ കൊലക്കയറും ചർച്ചയാകുന്ന അതേ സമയത്താണ് ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം. ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിനെ ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്ത് അകാല വിടുതൽ അനുവദിക്കുന്നതിന് ഗവർണർക്ക് ഉപദേശം നൽകാൻ മാത്രമാണ് മന്ത്രിസഭാ യോഗ തീരുമാനം. കണ്ണൂർ വിമൺ പ്രസന്റ് ആൻഡ് കറക്ഷണൽ ഹോമിൽ ഓഗസ്റ്റ് 8 കൂടിയ ഉപദേശക സമിതിയുടെ ശുപാർശയും നിയമവകുപ്പിന്റെ അഭിപ്രായവും പരിഗണിച്ചാണ് നടപടി. ഇതിൽ രാജ്ഭവൻ അന്തിമ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. ഉപദേശക സമിതിയുടെ ശുപാർശ കിട്ടിയതുകൊണ്ട് ഫയൽ മുൻപോട്ട് നീക്കിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഈ ഫയലിൽ തീരുമാനമെടുക്കാൻ രാജ്ഭവനിൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തില്ല. നിയമവശങ്ങൾ നോക്കി ഗവർണർ എടുക്കുന്ന തീരുമാനം സർക്കാർ അംഗീകരിക്കും. ഒരു ഘടകകക്ഷി സമ്മർദ്ദമാണ് ഈ ഫയലിന് പിന്നിലെന്നാണ് സൂചന. അത് പരിഗണിച്ചാണ് മന്ത്രിസഭയുടെ അനുമതി. ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങൾ ഇടതുപക്ഷത്ത് നിർണായക ചർച്ചയാകാനിരിക്കുമ്പോൾ ആരെയും പിണക്കാൻ സർക്കാരും CPM-ഉം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് അസാധാരണ ഫയലിൽ അസാധാരണ തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത്. പക്ഷെ വിട്ടയക്കണമെങ്കിൽ ഗവർണറുടെ അനുമതി അനിവാര്യതയാണ്. അമേരിക്കയ്ക്ക് പറക്കാനാണ് ഷെറിൻ ആഗ്രഹിക്കുന്നതെന്നാണ് സൂചന. അതിന് പക്ഷേ ഗവർണറുടെ അനുമതി അനിവാര്യതയാണ്. ഷെറിന് ശിക്ഷ 14 വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇളവ് മന്ത്രി പരിഗണിച്ചത്. 2009 നവംബർ 7-നാണ് ചെറിയനാട് തുരുത്തിന്മേൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയായിരുന്നു ഷെറിൻ. കാരണവരുടെ കുടുംബത്തോടക്കം അഭിപ്രായം തേടി വേണമായിരുന്നു സർക്കാർ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് സൂചന. സ്വത്തിൽ നിന്നും ഒഴിവാക്കിയതിലുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കേസ്. ഷെറിനായിരുന്നു കേസിലെ 1-ാം പ്രതിയായത്. ഷെറിനും ആൺ സുഹൃത്തും ചേർന്ന് കാരണവരെ കൊലപ്പെടുത്തുകയായിരുന്നു. ശാരീരിക വെല്ലുവിളികളുള്ള ഇളയ മകൻ ബിനു പീറ്റർ ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുമായിരുന്നു 2001-ൽ ഇവർ വിവാഹിതരായത്. പക്ഷെ വൈകാതെ ദാമ്പത്യ പൊരുത്തക്കേടുകൾ പുറത്തായി. ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയവും പകയും ഒത്തുചേർന്നപ്പോൾ ഭർത്തൃപിതാവ് വധിക്കപ്പെട്ടു. കാലത്തെ സാമൂഹിക മാധ്യമമായ ഓർക്കൂട്ടും മൊബൈലും വഴി ഷെറിന്റെ പുരുഷ സൗഹൃദ വലയം വിപുലീകരിച്ചു. ഇതോടെ ഷെറിന് തന്റെ വസ്തുവിലുള്ള അവകാശം ഒഴിവാക്കി കാരണവർ പുതിയ ധനനിശ്ചയ ആധാരമുണ്ടാക്കി. സാമ്പത്തിക അച്ചടക്കത്തിന് കാരണവർ ശ്രമിച്ചതോടെ പലരിൽ നിന്നും ഷെറിൻ പണം കടം വാങ്ങാൻ തുടങ്ങി. കാരണവരാണ് അതെല്ലാം വീട്ടിയത്. ഓർക്കൂട്ട് വഴി എത്തിയ സന്ദർശകനായിരുന്നു കേസിലെ 2-ാം പ്രതിയായ ബാസിത്ത് അലി. മറ്റു 2 പ്രതികളും സുഹൃത്തുക്കളുമായ ഷാനൂർ റഷീദ്, നിതിൻ എന്നിവർക്കൊപ്പം എത്തിയാണ് കാരണവരെ വധിക്കുന്നത്. 4 പ്രതികൾക്കും വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. ഷെറിൻ മാത്രമാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. സുപ്രീം കോടതി തള്ളിയ അപ്പീലാണ് പിണറായി സർക്കാർ അനുവദിച്ച് ശിക്ഷ ഇളവ് നൽകിയത്. 6 വർഷത്തിനിടെ 22 തവണയായി ഷെറിന് ലഭിച്ചത് 444 ദിവസത്തെ പരോളാണ്. 2012 മാർച്ചിനും ഈ വർഷം ജാനുവരിക്കുമിടയിൽ 345 ദിവസത്തെ സാധാരണ പരോൾ. ഹൈക്കോടതിയിൽ നിന്ന് ഒരാഴ്ചത്തെ അടിയന്തര പരോൾ കൂടി ലഭിച്ചു. തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകിയ ആദ്യ പട്ടികയിലും ഇവർ ഇടം നേടിയിരുന്നു.